Hi. Hi. Nice day. Yes, nice day. Hello? Yeah. Coming for a ride? No, thank you. Thank you for the courtesy. Hello. How are you? Fine. മണ്ണിടിക്കുന്ന സൂക്ഷിക്കണം. വളരെ വക്കിൽ നിൽക്കണ്ട. ഓ, ബോഡി കണ്ടു. ആരൊക്കെയോ ഇവിടുന്ന് വീണ് മരിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ട്. ലേറ്റസ്റ്റ് ഒരു ബസ് ഉടമസ്ഥന്റെ മകൾ കഴിഞ്ഞു വല്ലോ. സില്ലികൾ. ഇത്രയും സുന്ദരമായ സ്ഥലങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ആരും തെരഞ്ഞെടുക്കരുത്. ഞാൻ പോയ ഹിൽ സ്റ്റേഷൻസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു നല്ല സ്പോട്ട് ഉണ്ടാവും, ലവേഴ്സ് മീറ്റ്. മിക്കവാറും അവിടെ തന്നെയാവും ആളുകൾ ആത്മഹത്യക്ക് തിരഞ്ഞെടുക്കുന്നത്. റെയിൽ പാളം, സ്ലീപ്പിംഗ് പിൽസ്, റേസർ ബ്ലേഡ് ഇതൊക്കെ ഉള്ളപ്പോൾ പ്രകൃതിയോട് ക്രൂരത കാണിക്കുന്നത് കഷ്ടമാണ്. തനിച്ചേ ഉള്ളൂ? അതെ. മിസ്സസ്? വീട്ടുകാരെ നോക്കുന്നു. എനിക്ക് കുറച്ച് നടക്കണം. ഇവിടെ വരുമ്പോ അതൊരു രസമാണ്. എവിടെയായാലും ഗ്രഹഭരണം തന്നെയാണ് രസം എന്ന് തോന്നുന്നുണ്ടോ മിസ്സസിന്? അതും രസം തന്നെയാണ്. ഇന്നലെ ഞങ്ങളെ കൊണ്ട് ബോറായല്ലേ രണ്ടാൾക്കും? ഏയ്, അങ്ങനൊന്നുമില്ല. പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ. ആ പയ്യൻ പറഞ്ഞപ്പോ അച്ഛൻ അപ്പ തന്നെ കയറണം. ആളുകളുടെ പ്രൈവസിയെ പറ്റി അവർക്കൊന്നും ഒരു ധാരണയില്ല. ഒരു ചൂടുള്ള ചായ കുടിക്കാന്ന് മുത്തശ്ശൻ. ഓ, ആ പുസ്തകത്തിന്റെ കാര്യം രാവിലെ ഓർമ്മിപ്പിച്ചു. പാവം. ഓ, വായിച്ചോളാം. എന്താ ടൈറ്റിൽ പറഞ്ഞത്? സന്മാർഗബോധം. 50 കൊല്ലം മുമ്പുള്ള നിയമങ്ങളാണ് കേട്ടോ. ഞാനത് വായിക്കുന്നത് ആരെങ്കിലും ഒരു സ്കെച്ച് വരയ്ക്കണം. ഒരു നല്ല കാർട്ടൂൺ ആവും എന്റെ കൂട്ടുകാർക്കിടയിലെങ്കിലും. ഞാൻ കയ്യിൽ വലിയ അക്ഷരത്തിൽ സന്മാർഗബോധം. അത്ര അപകടമാണോ മാർഗം? കണ്ടിട്ട് തോന്നിയില്ല മിസ്റ്റർ ദാസ്. വെറും ദാസ് മതി, അല്ലെങ്കിൽ കൃഷ്ണദാസ്. അങ്ങനെ ആരും വിളിക്കാറില്ല. അതോ ചിങ്കനോ? ഓ മൈ ഗോഡ്, അതെങ്ങനെ അറിയും? ചിങ്കൻ. എനിക്ക് അങ്ങനെ ഒരു ഓമന പേരുണ്ടായിരുന്നത് ഞാൻ അന്നേ മറന്നു. അച്ഛനും അമ്മയും മാത്രമേ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. ഇപ്പൊ കേട്ടാ എനിക്ക് തന്നെ നാണം തോന്നുന്നു. ചിങ്കൻ. ആര് പറഞ്ഞു തന്നു? കേട്ടോരോർമ്മ. വിചിത്രമായ പേരായതുകൊണ്ട് ഓർമ്മയിൽ എവിടെയോ മറന്നുപോകാതെ നിന്നു. ആ, ഞങ്ങൾ ഡൽഹിയിലെ വീട്ടില് വന്നു നിന്ന് ഓർമ്മയുണ്ടോ? ശ്രീദേവിയുടെ അച്ഛൻ പറഞ്ഞപ്പോ ഓർമ്മിച്ചു നോക്കി. സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. ഞാനൊരു പ്രത്യേക ടൈപ്പാണ്. പലതും 2 വയസ്സിലെ സംഭവങ്ങൾ കൂടി ഓർമ്മിക്കും. താജ്മഹൽ കണ്ടതും ഡൽഹിയിൽ വന്ന് താമസിച്ചതും ഓർമ്മയുണ്ട്. അപ്പോ എനിക്ക് 4 വയസ്സുണ്ടാവും. ഓ, ഒരു പോണി റൈഡ് ഓർമ്മയുണ്ട്. അത് നിങ്ങളുടെ വീട്ടിന് അടുത്തുള്ള ഒരു പാർക്കിൽ. ആ പാർക്ക്, അത് നല്ല ഓർമ്മയുണ്ട്. മറ്റൊന്നും ഓർമ്മയില്ല. അച്ഛന്റെ കനത്ത ശബ്ദത്തിൽ യു ഷുഡ് നെവർ ഡു ദാറ്റ്, നെവർ ഡു ദിസ്. കുറേ ശാസനകൾ, അത് മറക്കില്ല. ഒരു തൊപ്പിക്കാരൻ ട്യൂഷൻ മാഷ് ഉണ്ടായിരുന്നില്ലേ? ഓ പിന്നെ, പണ്ഡിറ്റ്ജി. അയാളെ മറക്കില്ല ഞാൻ. അയാളെ ഓർമ്മയുണ്ടോ? ആ, ചേട്ടൻ പഠിക്കുന്നിടത്ത് ചെന്ന് ശല്യപ്പെടുത്തരുതെന്ന് അമ്മ വിലക്കിയിരുന്നു. അപ്പോ ഞാൻ ഒളിഞ്ഞു നിന്ന് നോക്കിയിരുന്നു. കറുത്ത തൊപ്പിയിൽ ഇത്തിരി കസവ് വരാം അല്ലേ? കസവകര, അത് വേറെ ട്യൂഷൻ മാഷല്ലേ? എന്തോ രാവിലെയും വൈകുന്നേരവും ഒരുപാട് ട്യൂഷൻ മാഷന്മാര്. ഭാവാച്ചൻ. എന്നിട്ടും സത്യം പറയട്ടെ, ഞാൻ നന്നായില്ല. വിനയം ആവശ്യത്തിന് മതി. വിനയല്ല, അച്ഛൻ വിചാരിച്ച ഒന്നും ആയില്ല. പാവം ചിങ്കന്റെ ദുഃഖം. ഇഷ്ടായില്ലേ? ആ പേര് ഇഷ്ടല്ലേ? എനിക്ക് ഭയങ്കര വെറുപ്പാണ്. എന്റെ ടേസ്റ്റുകളൊക്കെ വളരെ വിചിത്രമാണ്. എനിക്കിഷ്ടായി ആ പേര്. നേരം ഇവിടെ വന്നേല് പിന്നെ ഞാൻ വാച്ചിൽ നോക്കിയിട്ടില്ല.
ചെടി എന്താണെന്നറിയോ? 12 കൊല്ലം കൂടുമ്പോഴേ പൂക്കൂ. നീലക്കുറിഞ്ഞി. കുറിഞ്ഞിപ്പൂക്കളെ പറ്റി തമിഴ് ക്ലാസിക്കുകളിലൊക്കെ ഉണ്ട്. പൂത്തു കഴിഞ്ഞാൽ ചെടി നശിക്കും. ഈ പ്രദേശം മുഴുവൻ പൂക്കളുണ്ടാവും. മുമ്പ് ഏതോ റിപ്പോർട്ട് കണ്ടിട്ടുണ്ട്. ശരിയാണ്. അന്ന് ഞാൻ ലോക്കോളയില്ല, ഇവിടെ വന്നിട്ടില്ല. മിസ്സസ് വളരെ സൈലന്റ് ആണല്ലേ? അങ്ങനൊന്നുമില്ല. ഷീ ഈസ് വെരി നൈസ്, സിമ്പിൾ. ഞാൻ വരട്ടെ. நான் அப்பவே சொன்னேன், அவன் ஒரு திருட்டு பையன். நல்லா செல்லம் கொடுங்க. பக்கா திருட. சத்தம் போடாதே, விவரம் சொல்லு. பையன் ஜெயில ஆளு வந்து சொன்னாங்க, கோபனை போலீஸ் பிடிச்சிட்டு போயிடுச்சா. அப்படியா? நான் அப்பவே சொன்னேன். சொன்னா கேட்டாதானே? நல்லா செல்லம் கொடுத்தீங்க. நான் சின்னம்மா தானே. நான் சொன்னா நீங்க கேட்க மாட்டீங்களே. சொன்னதை கேட்டிருந்தா இந்த மாதிரி ஆயிருக்காமா. செல்லம் கொடுக்காதீங்கன்னு சொன்னேனே. கேட்டீங்களா? இந்த மாதிரி தான் நடக்கும். நல்லா வேணும். நல்லா படுங்க, அவஸ்தைப்படுங்க. உங்களுக்கு அவஸ்தை, எனக்கும் அவஸ்தை. എന്താ കലാപം? ആ ഗോപന്റെ എന്തോ കേസാ. മോഷണമാണ് സംഭവം എന്ന് തോന്നുന്നു. അവൻ അങ്ങനെ ചെയ്യില്ല സർ. ഏതോ ടൂറിസ്റ്റ് മദാമയുടെ കംപ്ലൈന്റ്. ഇപ്പൊ എവിടെയുണ്ട്? ഹോട്ടലുകാർ അവനെ പോലീസിൽ ഏൽപ്പിച്ചു. ഞാൻ ചിലപ്പോ ചീത്ത പറയും, ചിലപ്പോ തല്ലും. പക്ഷെ അവൻ കക്കില്ല സർ. ഞാനൊന്ന് പോയിട്ട് വരാം. അത്യാവശ്യമാണെങ്കിൽ ഞാൻ മടങ്ങി വരും. എന്റെ കൂടെ വരണം. താൻ പോയി നോക്ക്. ഉറക്കം പിടിച്ചതായിരുന്നു. പകലുറങ്ങിയാൽ തടിക്കും. ഫിഗർ പോകാതെ നോക്കണം. അതല്ലേ നിന്റെ മൂലധനം. ഓ, അതിനും പിണങ്ങിയോ? ഈ കുന്നുകളിൽ ഒരു ചെടിയുണ്ടത്രേ, നീലക്കുറിഞ്ഞി. 12 കൊല്ലത്തിലൊരിക്കലേ പൂക്കും. അതോടെ ചെടിയെ നശിക്കും. ലൈഫ് അങ്ങനെയാവും. ഒരിക്കലാകെ പൂക്കും, അതോടെ കഴിയണം. സോറി, ബുദ്ധിയുടെ ഉപയോഗം ഇല്ലാത്തവരോട് ഡിസ്കസ് ചെയ്ത് എന്റെ മണ്ടത്തരം. ആ പിന്നെ ശ്രീദേവിയെ കണ്ടില്ലേ? ഇന്നലെ ഇവിടെ വന്ന അവരുടെ രണ്ടാമത്തെ മകൾ, എഞ്ചിനീയർ രാമകൃഷ്ണന്റെ മിസ്സസ് മൂത്തത്. മറ്റേ കുട്ടി മനസ്സിലായി. വായി തുറന്നാ മുത്ത് വീണുപോകുന്ന സ്റ്റൈലിലിരുന്ന ആ പെണ്ണല്ലേ? അവളെ ഭർത്താവ് ഉപേക്ഷിച്ചതാ, അറിയാം. നീയും കുടുംബചരിത്രം പഠിക്കുമായിരുന്നു. ആ കണ്ണമ്മ പറഞ്ഞതാ. അവളുടെ ഇരിപ്പും നാട്യവും എന്താ ഒരു ഗമ. നിന്നെ പോലുള്ള അലവലാതി പെണ്ണുങ്ങളെ പറ്റി പറയുന്ന പോലെ അങ്ങനെ അലക്ഷ്യമായി കമന്റ് ഒന്നും വേണ്ട. കണ്ടപ്പോഴേക്കും വീണുപോയോ? വേണമെങ്കിൽ നോക്കിക്കോ, വേക്കൻസി ഉണ്ടല്ലോ. Shut up. She is a wonderful lady, highly accomplished. അതുകൊണ്ടാവും ഭർത്താവ് പുറത്താക്കിയത്. അർഹിക്കാത്തവരത്തിന് കെട്ടിക്കൊടുത്താൽ അങ്ങനെയൊക്കെ സംഭവിക്കും. നിനക്കതിനെപ്പറ്റി എന്തറിയാം? അഥവാ കണ്ടുമുട്ടിയാൽ തന്നെ ആ വിഷയം എടുത്തിട്ടുണ്ട്. അവൾ ആകെ അപ്സെറ്റാ.
നീ എന്തേ കല്യാണം കഴിക്കാത്തത്? പറ. വേണ്ടെന്ന് വെച്ചതോ അതോ? എന്താ മുതലാളിമാരും കുമ്പസാര കഥകൾ എഴുതാൻ തുടങ്ങുന്നുണ്ടോ? ചുമ്മാ ചോദിച്ചതാ. എന്തിനാ കഷ്ടപ്പെടുന്നത് അല്ലേ? ഉത്തരവാദിത്വം ഇല്ല, ഇഷ്ടം പോലെ കാശ്, നല്ല ആഹാരം, യാത്ര, നിത്യ കല്യാണമല്ലേ, സുഖം. കറക്റ്റ്. ആരോ സമ്പാദിച്ചു കൊടുത്ത കാശ് മുടിക്കാൻ ചില യൂസ്ലെസ്സുകൾ ഉണ്ടാവുമല്ലോ എന്നും അവര് വിളിക്കുമ്പോ പോകാൻ ചിലര് വേണ്ടേ? അതിൽപ്പെട്ടു. അതാണ് തലയിലെഴുത്ത്. എവിടേക്കാ? ഒന്ന് നടക്കാൻ. എങ്ങോട്ട്? പേടിക്കണ്ട, നിങ്ങളുടെ വലിയ ആൾക്കാരെ കാണുമ്പോൾ ഞാൻ മാറി നടന്നോളാം. സത്യം പറയടാ. 10-24 കൊല്ലമായി ഞാൻ ഈ നാട്ടില്. ഇന്ന് വരെ ഞാൻ ഒരു ചീത്തപ്പേരുണ്ടാക്കിയിട്ടില്ല. നാട്ടുകാരക്കാരന്റെ ജീവനാ. സത്യം പറയടാ. എന്നെ തുടരരുത്. നീ അത്രയ്ക്കായോടാ? അരുത്. എന്താ കേസ്? ഗോപൻ, പ്രാർത്ഥിച്ചു. എന്തായിരുന്നു കേസ്? ഞാനൊന്നും കണ്ടിട്ടില്ല ചേച്ചി. ആരാ കംപ്ലൈന്റ് ചെയ്തത്? ഒരു മദാമ സ്ഥലം കാട്ടിക്കൊടുക്കാൻ വിളിച്ചപ്പോൾ രാവിലെ പോയി. ഇന്നലെയും പോയിരുന്നു. അവര് വിളിച്ചപ്പോൾ മുറിയിലും പോയി. ഞാൻ ഒരു കാശും തൊട്ടിട്ടില്ല. എന്നിട്ടെന്തേ? സാരമില്ല, കേസില്ലാതെ ഒഴിവായില്ലേ. പോലീസുകാര് ഭീഷണിപ്പെടുത്തി, തല്ലിയില്ല. മദാമ്മയ്ക്ക് എന്താ ഇങ്ങനെ തോന്നാൻ? ഹോട്ടലിലെ പിള്ളേർ വല്ലവരും മോഷ്ടിച്ചിട്ടുണ്ടാവും. ചെറുപ്പക്കാരിയാണോ മദാമ്മ? ഒരു തള്ള. അവര് കാശ് തന്നത് വാങ്ങാതെയാണ് ഞാൻ പോന്നത്. അശ്രീകരം. അതാണ് ദേഷ്യം. സത്യം മുഴുവൻ പറയാൻ വയ്യല്ലോ ചേച്ചി. സാരമില്ല, എനിക്ക് മനസ്സിലാവുന്നു. പോലീസുകാരേക്കാൾ പേടി അച്ഛനെയായിരുന്നു. ചേച്ചി നല്ല സമയത്ത് വന്നു. ഞാൻ ചേച്ചിന്ന് വിളിച്ചതിൽ ഒന്നും തോന്നരുത്. എത്ര വയസ്സായി? 23. അപ്പോ എന്റെ പേര് വിളിച്ചാൽ മതി. മുതലാളിയുടെ വീട്ടിലെ ആളുകളെ ഇവിടത്തുകാരെ അമ്മ എന്നാണല്ലോ വിളിക്കുക. അവരെ അമ്മ എന്നാണല്ലോ പറയാറ്. അത് അവരുടെ ഭാഷ. നടക്കട്ടെ. ഇനി ഇങ്ങോട്ടാ? വീണ്ടും മദാമ്മയോട് വല്ലതും പറയാനുണ്ടോ? പറയാനുള്ളത് മുഴുവൻ വിളിച്ചു പറയാൻ വേണ്ട. ഇംഗ്ലീഷ് എനിക്കറിയില്ല. അല്ലെങ്കിൽ ടൗണിൽ നിന്ന് വല്ലതും വാങ്ങാനുണ്ടോ?